ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 37 അധ്യായം 4 വാക്യം. സങ്കീർത്തനങ്ങൾ 37 4 വാക്യം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവം. സ്വർഗസ്ഥനായ ദൈവം എന്ന് പറയുന്നത് തന്റെ ഭക്തന്മാരെ മക്കളായിട്ടാണ് കാണുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. ആ പിതാവ് എന്ന് പറയുന്നത് സ്വർഗീയമായ സമ്പന്നനായ വ്യക്തിയാണ്. തൻ്റെ മക്കൾ എന്ന് പറയുന്നത് തൻ്റെ ഭക്തന്മാരാണ്. ആ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ് ദൈവം. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ വ്യക്തികളും വളർന്നു വരുമ്പോൾ അവർക്ക് പല ആഗ്രഹങ്ങൾ കാണും. അവർക്ക് ആരാകണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അവർ പഠിച്ചു വരുന്നത്. അങ്ങനെ അവർ ആ ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അവർക്ക് ദൈവഹിതമെങ്കിൽ അവർക്ക് ആ തുറമുഖത്തിൽ എത്തുവാൻ സാധിക്കും. കാരണം നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയിൽ രസിക്കുക എന്ന് പറയുന്നത് അവനെ ആരാധിക്കണം. ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിച്ചവരാണ്. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ മക്കളായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കണം. കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ അവനെ തന്നെ രസിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. അങ്ങനെ അവനെ തന്നെ ആരാധിച്ച് അവനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ പിതാവായ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ യഹോവയിൽ രസിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നു. തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് തങ്ങളുടെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങളാണ്. നിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിപ്പിച്ചു തരുന്ന ദൈവമാണ്. പലപ്പോഴും നമുക്കറിയാം, പലർക്കും പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരു കാര്യം നമുക്ക് ആഗ്രഹിച്ചിട്ട് പ്രയത്നിച്ച് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് വീണ്ടും വീണ്ടും നമ്മൾ പ്രയത്നിക്കണം, ദൈവത്തിൽ അർപ്പിച്ച്. അങ്ങനെ പ്രയത്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു വിജയം തരും. ദൈവത്തിൽ അർപ്പിച്ച് പ്രയത്നിപ്പിക്കുമ്പോൾ നമുക്ക് വിജയം തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം തങ്ങളുടെ മക്കൾക്ക് സകലത്തിനുമേലും വാഴുവാനൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരമുള്ളവരാണ് ദൈവത്തിന്റെ മക്കൾ. അവർ അവരുടെ താലന്തുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തെ മാനിച്ച് അവർക്ക് വേണ്ടുന്ന അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, തോമസ് എഡിസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പല പ്രാവശ്യം പ്രയത്നിച്ചു. അങ്ങനെ കാലങ്ങൾ പ്രയത്നിച്ച് 1000 പ്രാവശ്യമായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന് ഒരു ഉത്തരം ലഭിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ ജീവിതത്തിൽ പ്രയത്നിക്കണം. ഏതൊരു കാര്യത്തിനും വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം പ്രയത്നിച്ചിട്ട് നമ്മൾ പിന്മാറിപ്പോകരുത്. അത് വീണ്ടും വീണ്ടും അതിനു വേണ്ടി പ്രയത്നിപ്പിക്കുമ്പോൾ
ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നത്. യഹോവ ഭക്തന്മാരുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവനാണ് സ്വർഗസ്ഥനായ ദൈവം എന്ന് പറയുന്നത്. നമുക്കറിയാം, പല മേഖലകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇന്ന് കോമ്പറ്റീഷനുള്ള മേഖലകളാണ്. എന്നാൽ നമ്മളുടേതായ ജീവിതത്തിൽ നമ്മുടെ ടാലന്റുകളെ നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിൽ നമുക്കൊരു വിജയം ദൈവം തരും. നമുക്കറിയാം, ടാലന്റുകളുടെ ഉപമ എന്ന് പറയുന്നത്, യജമാനൻ 1 താലന്ത് കൊടുത്തു ഒരാൾക്ക്, മറ്റൊരാൾക്ക് 5 താലന്ത് കൊടുത്തു, വേറെ ആൾക്ക് 10 താലന്ത് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, 5 താലന്ത് കിട്ടിയവർ 5 കൂടെ നേടി. അവർ അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് മുന്നേറണം. അങ്ങനെ അവർ അവരുടെ താലന്തുകളെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വീണ്ടും 5 താലന്തുകൾ നേടുവാൻ കഴിയും. അവരുടെ ഹൃദയാഭിലാഷം അവർക്ക് വീണ്ടും നേടണമെന്നായിരുന്നു. ഇതുവരെ 10 താലന്ത് ലഭിച്ചവർ അങ്ങനെ തന്നെ ചെയ്തു. അവർ 10 കൂടെ നേടി. 1 താലന്ത് ലഭിച്ച വ്യക്തി അത് ഉപയോഗിക്കാതെ ഇരുന്നു. അങ്ങനെ ഒന്നും നേടുവാൻ കഴിയില്ല. അപ്പോൾ പ്രയത്നിക്കുമ്പോഴാണ് ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത്. യജമാനൻ വന്നപ്പോൾ 5 താലന്ത് നേടിയവർക്ക് 5 താലന്ത് കൊടുത്തവർക്ക് 5 താലന്ത് കൂടെ നേടി. അങ്ങനെയുള്ളവർക്ക് യജമാനൻ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 10 കൂടെ നേടിയവർ, 10 കിട്ടിയവർ 10 കൂടെ നേടി. അവർക്ക് അതിൻ്റെതായ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തു. 1 താലന്ത് ലഭിച്ചവർക്കൊന്നും യജമാനിൽ നിന്ന് പ്രീതി ലഭിക്കുവാൻ സാധിച്ചില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. താലന്തുകൾ ലഭിച്ചവർ വീണ്ടും വീണ്ടും പ്രയത്നിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ നേടാൻ കഴിയും. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം മാനിച്ച് അവർക്കൊരു അനുഗ്രഹം കൊടുത്തു. അവർക്ക് വീണ്ടും അനുഗ്രഹം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം തങ്ങൾക്ക് വീണ്ടും നേടണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അവർ വീണ്ടും പ്രയത്നിച്ചപ്പോൾ യജമാനൻ അവർക്ക് നന്മ കൊടുത്തു. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ലഭിച്ച് നമ്മൾ പ്രയത്നിച്ച് ഇനി നേടണമെന്ന ഹൃദയത്തിലെ ആഗ്രഹത്തോട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നും ആ ഹൃദയത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിച്ച് നമ്മുടെ പ്രയത്നത്തിന് ഉത്തരം തരുന്നവനാണ് ദൈവം. അതുകൊണ്ട് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ഇനി നമ്മളുടെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ചില ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഉണ്ടായേക്കാം. ചില കാര്യങ്ങൾ നമുക്ക് മേടിക്കണം. ഒരു വ്യക്തിക്ക് ഒരു കാറ് മേടിക്കുവാൻ ആഗ്രഹമുണ്ട്, ഒരു ഭവനം പണിയുവാൻ ആഗ്രഹമുണ്ട്, ഹൃദയത്തിലെ അഭിലാഷമാണ്. ഒരുപക്ഷെ അവർക്കത് നേടുവാൻ സാധിക്കത്തില്ല. അവർക്കതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൽ അർപ്പിച്ച് അവരുടെ പ്രയത്നം, അവരുടെ താലന്തുകളെ ഉപയോഗിച്ച്, അവരുടെ സാമ്പത്തിക മേഖലയിലെ താലന്തുകളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ജോലിയുടെ മേഖലകളിലെ താലന്തുകളെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പ്രാർത്ഥിച്ച് അവനെ തന്നെ ആരാധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണോ അത് നേടുവാൻ കഴിയും. ഒരു വ്യക്തി ഒരു വാഹനം മേടിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യമാണെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുക്കും. കാരണം ഭൗതിക നന്മകൾ കൊടുക്കുന്നതാണ് ദൈവം, ആത്മീക നന്മകൾ കൊടുക്കുന്നതാണ് ദൈവം. 2 ദൈവം കൊടുക്കുന്നതാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മുൻപിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെയും നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിന് പുറകെയായിട്ടുള്ള ലോകത്തിലുള്ള നമുക്ക് ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ, ആഹാരം, വസ്ത്രം, ഭവനം, അതുപോലെ വാഹനം, വസ്തുവക, ഇതൊക്കെയും മനുഷ്യന് ആവശ്യമായ ഘടകമാണ്. ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഭവനം പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ദിവസവും പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ
നമുക്ക് ഒരു ഭവനം പണിയുവാൻ ദൈവം അനുഗ്രഹം തരും. കാരണം ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. താലന്തുകൾ ഉപയോഗിച്ചവർക്ക് വീണ്ടും അനുഗ്രഹം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവണം. ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് തങ്ങൾക്ക് വീണ്ടും നേടണം. ആ ആഗ്രഹത്തെ ദൈവം മാനിച്ചെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലയിലാണെങ്കിലും ഏത് ആഗ്രഹമുണ്ടെങ്കിലും അത് ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കാം. ഹൃദയത്തിനകത്ത് വേറൊരു ചിന്തയുണ്ട്, നമുക്ക് ദൈവിക ജ്ഞാനം, ഭൗതിക ജ്ഞാനം ഇവ ആവശ്യമാണ്. ഒരുത്തന് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ ദൈവത്തോട് അപേക്ഷിക്കട്ടെ, ചോദിക്കട്ടെ എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചോദിക്കുമ്പോൾ സംശയിക്കാതെ ചോദിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് ജ്ഞാനമില്ലാത്തവർക്ക്, ബുദ്ധിയും കഴിവും കുറഞ്ഞവർക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ മാനിച്ച് അവർക്ക് ജ്ഞാനം കൊടുക്കും. അതുകൊണ്ട് ഭൗതിക നന്മകളും ജ്ഞാനം, അതുപോലെ തന്നെ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ദൈവസന്നിധി നമ്മൾ പ്രാപിക്കാൻ സാധിക്കും. ആത്മീക നന്മകൾ, അതുപോലെ തന്നെ ഹൃദയത്തിലെ അഭിലാഷം നമുക്ക് ആത്മീക വരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരിക്കണം. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, സഭയിലെല്ലാവരും പ്രവചനവരം വാഞ്ചിക്കട്ടെ. ഇങ്ങനെ പറയുവാൻ കാരണം സഭയിലുള്ളവർ ആത്മീകമായ ചില വരങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അതിലൊന്നാണ് പ്രവചനവരം. അതുപോലെ മറ്റു തരത്തിലുള്ള വരങ്ങൾ, ഏത് വരങ്ങളാണെങ്കിലും ആത്മീയതയിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. ജ്ഞാനത്തിനുള്ള വരമാണ്, പ്രവചിക്കുന്നതാണ്, രോഗസൗഖ്യത്തിനുണ്ട്, ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളൊരു സഹായത്തിനുള്ള വരമാണോ, ഏത് വരമാണെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവനാണ് ദൈവം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആത്മീകമായും ഭൗതികമായും പല നന്മകളുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. ആ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് അത് ദൈവം തരും. ഭൗതിക നന്മകൾ നമുക്ക് ഭവനം പണിയാനാണെങ്കിൽ, വാഹനത്തിന് വേണ്ടിയാണെങ്കിൽ, വസ്തുവിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയാണെങ്കിൽ, എന്ത് തന്നെയായിട്ട് ഹൃദയത്തിലെ നമ്മുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ പകർന്നു കൊടുത്തെങ്കിൽ, അവനെ തന്നെ രസിച്ച് അവനെ തന്നെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ആ മേഖലയിൽ ദൈവം അനുഗ്രഹിച്ച് അത് അനുഗ്രഹം വർഷിപ്പിച്ച് സമൃദ്ധിയായി കൊടുക്കുന്ന ദൈവമാണ്. ആത്മീയമായിട്ട് നമുക്ക് ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്. ആത്മീകമായി മുന്നോട്ട് പോകണം, ആത്മീക ജ്ഞാനം വേണം, ആത്മീകമായി കൃപാവരങ്ങൾ വേണം. ഇവയ്ക്കൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ആത്മീകമായിട്ടുള്ള വരങ്ങൾ ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഹൃദയത്തിലെ അഭിലാഷമായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അതുപോലെ തന്നെ യഹോവ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവിനെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളുടെ ആത്മീക ജീവിതം പോകുന്നുവെങ്കിൽ, ഭൗതികമായും ആത്മീകമായും നമ്മൾ ഈ പറഞ്ഞ നന്മകൾ നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ഒരു ഹൃദയത്തിലെ ആഗ്രഹമായിരിക്കാം. ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ആത്മീകമാണെങ്കിലും ഭൗതികമാണെങ്കിലും അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന സ്വർഗത്തിലെ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി നമ്മളുടെ ഏത് മേഖലയിലാണെങ്കിലും നമ്മളെ അനുഗ്രഹിച്ച് സമൃദ്ധിയിലെത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ അവൻ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.